പുലർകാലത്തിന്റെ തണുപ്പിൽ യമുനോത്രിയിലേക്കൊരു പുണ്യയാത്ര. മലനിരകൾ മഞ്ഞുപുതച്ചു നിൽക്കുന്ന അതിരാവിലെ ഇരുട്ടുമാറി വെളിച്ചം പരന്നു തുടങ്ങുന്നതേയുള്ളൂ. യമുനോത്രിയിലേക്കുള്ള യാത്ര പുലർച്ചെ തന്നെ ആരംഭിച്ചു. പുറത്തെ തണുപ്പിനെ വകവയ്ക്കാതെ മനസ്സ് നിറയെ ആത്മീയതയുമായി ഞങ്ങൾ വാഹനത്തിൽ മുന്നോട്ടു നീങ്ങുകയായിരുന്നു. ജനൽച്ചില്ലിലൂടെ നോക്കുമ്പോൾ അകലെ പർവ്വതനിരകൾ ആകാശത്തോട് മുട്ടിനിൽക്കുന്ന കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. വഴിയിലുടനീളം പ്രകൃതിയൊരുക്കിയ വിസ്മയങ്ങൾ കണ്ണിനു കുളിർമയേകി. പച്ചപ്പാർന്ന താഴ്വരകളും അതിനിടയിലൂടെ വെള്ളിനൂലുപോലെ ഒഴുകുന്ന യമുനാ നദിയും യാത്രയുടെ ആവേശം വർദ്ധിപ്പിച്ചു. പുലർകാലത്തെ നേർത്ത വെളിച്ചത്തിൽ മലഞ്ചെരിവുകളിലെ ചെറിയ വീടുകളും അവിടത്തെ ശാന്തമായ അന്തരീക്ഷവും കാണുമ്പോൾ മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെട്ടത്. പാതയോരങ്ങളിൽ ഇടയ്ക്കിടെ കാണുന്ന കൊച്ചു ക്ഷേത്രങ്ങൾ ഈ യാത്ര ഒരു പുണ്യയാത്രയാണെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വളഞ്ഞുപുളഞ്ഞ മലമ്പാതകളിലൂടെയുള്ള യാത്ര സാഹസികതയും ഒപ്പം സമാധാനവും നൽകുന്നതായിരുന്നു. നദിയുടെ നേർത്ത ശബ്ദവും തണുത്ത കാറ്റും പ്രകൃതിയുടെ സംഗീതം പോലെ കാതുകളിൽ അലയടിച്ചു. മുന്നോട്ടു പോകുന്തോറും മലനിരകളുടെ ഭംഗി കൂടിക്കൂടി വന്നു. ആകാശത്തിന്റെ നിറം മാറിത്തുടങ്ങുന്നതും സൂര്യപ്രകാശം പർവ്വതശിഖരങ്ങളിൽ തട്ടിത്തിളങ്ങുന്നതും കാണാൻ അതിമനോഹരമാണ്. യമുനോത്രിയിലേക്കുള്ള ഈ പുലർകാല യാത്ര വെറുമൊരു യാത്രയല്ല, മറിച്ച് പ്രകൃതിയുമായും ദൈവവുമായുമുള്ള ഒരു ഹൃദയബന്ധമാണ് എന്ന് ഓരോ നിമിഷവും ഞങ്ങളെ തോന്നിപ്പിച്ചു.